ഒരുപക്ഷെ അയാൾ നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു അംഗരക്ഷകനായിരിക്കാം. എന്നാൽ അയാളുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന മറ്റുള്ളവരുടെ അഭ്യർത്ഥന നിങ്ങൾ തള്ളിക്കളഞ്ഞാലോ? മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചിലേക്ക് 33 വെടിയുണ്ടകൾ മാലപ്പടക്കം പോലെ തുളഞ്ഞു കയറി. എന്തായിരുന്നു ആ ദാരുണമായ സംഭവത്തിന് പിന്നിലുള്ള കാരണങ്ങൾ? 1984 ഒക്ടോബർ 31 ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ചരിത്രത്തിൽ ചോര കൊണ്ട് എഴുതപ്പെട്ട കറുത്ത ദിവസം. ഒരായുസ്സിലെ എല്ലാ തീരുമാനങ്ങൾക്കും സ്വന്തം ജീവൻ കൊണ്ട് വില കൊടുക്കേണ്ടി വന്ന ഒരു ദിവസം. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ആ അവസാന 24 മണിക്കൂറുകൾ. അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല, വിശ്വസ്തതയുടെ മുഖംമൂടി അണിഞ്ഞ പ്രതികാരമായിരുന്നു. ആ സംഭവത്തിൻ്റെ തലേ രാത്രി പ്രധാനമന്ത്രിയുടെ വസതി ഉറങ്ങിയിരുന്നില്ല. സുഹൃത്തുക്കളെ, ചരിത്രം ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചില ചരിത്ര മുഹൂർത്തങ്ങൾ ചോര കൊണ്ട് എഴുതപ്പെടും. അൺടോൾഡ് ഹിസ്റ്ററി മലയാളത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ്. ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കു വനിത, സ്വന്തം വിശ്വസ്തരുടെ വെടിയുണ്ടകൾ ഏറ്റു വീണ ആ നിമിഷത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അവരുടെ മരണം വെറുമൊരു കൊലപാതകമായിരുന്നോ? അതോ ഒരുപറ്റം ആളുകൾ മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത പകയുടെയും വിശ്വാസവഞ്ചനയുടെയും തിരക്കഥയായിരുന്നു? ആ അവസാന 24 മണിക്കൂറിനുള്ളിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ അന്ത്യം സംഭവിച്ചത് 1984 ഒക്ടോബർ 31 നമ്മുടെ കഥ തുടങ്ങുന്നത് ഒക്ടോബർ 30. മരണത്തിൻ്റെ തലേ ദിവസം ഒറീസയിലെ ഭുവനേശ്വറിൽ ഇന്ദിരാഗാന്ധി ഒരു പ്രസംഗം നടത്തി. അവർ പറഞ്ഞത് കേട്ടാൽ നമ്മൾ ഞെട്ടു. ഞാൻ ഇന്നിവിടെയുണ്ട്, ഒരുപക്ഷെ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എൻ്റെ രക്തത്തിൻ്റെ ഓരോ തുള്ളിയും ഇന്ത്യയെ ശക്തിപ്പെടുത്തും. ഇതൊരു സാധാരണ വാക്കുകളായി തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊരു പ്രവചനമായിരുന്നു. മരണം മുന്നിൽ കണ്ട ഒരാൾക്ക് മാത്രം പറയാൻ കഴിയുന്ന വാക്കുകൾ. ആ രാത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയ ഇന്ദിരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദുരന്തം വരാനുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ ആ മുറിയിലെ ഇരുട്ടുപോലും നമ്മളെ പിന്തുടരും. ഒക്ടോബർ 31 പ്രഭാതം. ഏകദേശം 9 മണിക്ക് ഒരഭിമുഖമുണ്ട്. ലോകപ്രശസ്തനായ ബ്രിട്ടീഷ് നടനും ചലച്ചിത്രകാരനുമായ പീറ്റർ ഉസ്റ്റിനോവുമായിട്ടായിരുന്നു ആ അഭിമുഖം. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി അദ്ദേഹം ഇന്ദിരാഗാന്ധിയുമായി സംസാരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ദിര അഭിമുഖത്തിനായി ഒരുങ്ങുകയാണ്. ഇവിടെയാണ് വിധി അവരുടെ ജീവിതത്തിൽ കളിക്കുന്നത്. അവരുടെ സൗന്ദര്യബോധം ഉണർന്നു. ക്യാമറയിൽ ഭംഗിയായി കാണാനായി അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അഴിച്ചുവെച്ചു. പകരം കറുത്ത ബോർഡറുള്ള ഒരു ഓറഞ്ച് സാരി ധരിച്ചു. ആ ഒരൊറ്റ തീരുമാനത്തിന് അവർ കൊടുത്തത് അവരുടെ ജീവൻ്റെ വിലയായിരുന്നു. അഭിമുഖത്തിനായി അവർ പീറ്റർ ഉസ്റ്റിനോവിൻ്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു. ഈ കൊലപാതകത്തിന് കാരണം ഒന്നേയുള്ളൂ: ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂണിൽ സുവർണക്ഷേത്രത്തിലേക്ക് സൈന്യം കയറിയത് ഒരു വലിയ മുറിവായി മാറി. ഓരോ സിഖുകാരൻ്റെയും ഹൃദയത്തിൽ പകയുടെ തീ ആളിക്കത്തി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വിവാദമായ സൈനിക നടപടികളിലൊന്നായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യം ക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ചു. ഈ നടപടിയുടെ മുഖ്യ ലക്ഷ്യം ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയും അദ്ദേഹത്തിൻ്റെ അനുയായികളുമായിരുന്നു. സൈന്യത്തെ നയിച്ചത് ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാറാണ്. ഭാരമേറിയ ആയുധങ്ങളും ടാങ്കുകളും ഉപയോഗിക്കപ്പെട്ടതോടെ ഏറ്റുമുട്ടൽ അതീവ രക്തരൂക്ഷിതമായി. ഭിന്ദ്രൻവാലയും മറ്റു പ്രധാന നേതാക്കളും ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സുവർണക്ഷേത്രത്തിനും അകാൽ തക്കിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ സംഭവങ്ങൾ സിഖ് സമുദായത്തിലെ ഒരു വിഭാഗത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. ഈ സൈനിക നീക്കമാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്ക് വഴി തുറന്നത്. അങ്ങനെയാണ് ബിയാൻ സിംഗ് എന്ന ഗാർഡ് വരുന്നത്. 10 വർഷം ഇന്ദിരാഗാന്ധിയെ സ്വന്തം നിഴൽ പോലെ സംരക്ഷിച്ചവനാണവൻ. എന്നാൽ മതത്തോടുള്ള കൂറ് അയാളെ പ്രതികാരത്തിനായി പ്രേരിപ്പിച്ചു. എന്നാൽ ഏറ്റവും വലിയ ചതി ചെയ്തത് അയാളായിരുന്നില്ല. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. കൊലയാളികളിൽ ഒരാളായ സദ്വന്ത് സിംഗ് ആ സമയം ആ ഗേറ്റിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട ആളായിരുന്നില്ല. അവൻ ചെയ്തതോ തനിക്ക് കഠിനമായ വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ് ഡ്യൂട്ടി മാറ്റി വാങ്ങി.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവനെടുക്കാനുള്ള ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. വിശ്വാസത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ ഈ ചതി ഇന്ദിര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ പ്രഭാതത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് തിരിച്ചു വരാം. സമയം രാവിലെ 9:10. അഭിമുഖം നടക്കേണ്ട സ്ഥലത്തേക്ക് ഇന്ദിരാഗാന്ധി പതുക്കെ നടന്നു. മുന്നിൽ ബിയാൻ സിംഗ്. വിശ്വസ്തനെ നോക്കി അവർ പുഞ്ചിരിച്ചു. പക്ഷേ മറുപടി വന്നത് വെടിയുണ്ടകളുടെ രൂപത്തിൽ. ആദ്യം വെടിവെച്ചത് ബിയാൻ സിംഗ്. ഇന്ദിര നിലവിളിച്ചു. തൊട്ടു പിന്നാലെ സത്വന്ത് സിംഗ് മിഷൻ ഗണ്ണുമായി ചാടി വീണു. 30ഓളം വെടിയുണ്ടകൾ അവരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ സോണിയാഗാന്ധി കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്തൃമാതാവിനെയാണ്. ആംബുലൻസ് ഇല്ല. ഒരു കാറിൽ എയിംസിലേക്ക് പാഞ്ഞു. ഇവിടെയും ദുരൂഹതകൾ തീരുന്നില്ല. ആശുപത്രിയിൽ വെച്ച് അവരുടെ രക്തഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടെത്താനും നേരം വൈകി. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഫയലുകൾ കാരണം രക്തത്തിനായി കാത്തിരിക്കേണ്ടി വന്ന ആ 45 മിനിറ്റുകൾ അവരുടെ ജീവിതത്തിൻ്റെ വിധിനിർണായകമായ നിമിഷങ്ങളായി മാറി. ഇത് വെറുമൊരു യാദൃശ്ചികതയായിരുന്നോ? ഇവിടെ നമ്മൾ ഒരു കാര്യം ചോദിച്ചേ പറ്റൂ. വെടിവെച്ച ശേഷം ബിയാൻ സിംഗും സത്വന്ത് സിംഗും ആയുധം താഴെയിട്ടു. പക്ഷേ എന്തിനാണ് ബിയാൻ സിംഗിനെ കീഴടങ്ങിയ ഉടൻ തന്നെ മറ്റു സുരക്ഷാഭടന്മാർ തിടുക്കപ്പെട്ട് വെടിവെച്ച് കൊന്നത്? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനായിരുന്നോ ആ തിടുക്കം? അതോ പ്രതികാരത്തിനുമപ്പുറം ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ? ഈ ചോദ്യം ഇന്നും ചരിത്രത്തിൽ ബാക്കിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വിവാദ നായികയായിരുന്നെങ്കിലും അവരുടെ അന്ത്യം ഒരു യുഗത്തിൻ്റെ അന്ത്യമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.